സർക്കാരിനെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും രൂക്ഷമായി വിമർശിച്ച് എഇഒ കോട്ടയം കറുകച്ചാൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഓമനയാണ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഗുണമേന്മ നഷ്ടപ്പെട്ടെന്നും സർക്കാർ അധ്യാപകർ തൊഴിൽ മാത്രമായി കണ്ടാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെന്നും വിമർശിച്ചത്. കുട്ടികളെ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ അഭിനന്ദിക്കുന്നുവെന്നും എഇഒ പറഞ്ഞു. ഒരു രക്ഷിതാവിന് ഏത് സ്ഥാപനത്തോടാണോ അല്ലെങ്കിൽ എവിടെ വിട്ടാലാണ് എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത്. ഞാൻ ആദ്യം 3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നിർബന്ധിതവും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇവിടെ എടുത്ത് ഒരു പോയിന്റും കൂടെ ഉണ്ട്. അതിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അത് അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണമേന്മ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ അത് തുടർന്നു വരികയാണ്. കേരള സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അച്ചീവ്മെന്റ് സർവേ നാഷണൽ ലെവലിൽ അത് പ്രചരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി മണിമല സെന്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികാഘോഷത്തിൽ എഇഒ ഓമന നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിലാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയെയും അധ്യാപകരെയും വിമർശിച്ചുള്ള പരാമർശങ്ങൾ. തന്റെ മക്കളെ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണെന്നും സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ തൊഴിൽ മാത്രമായി കണ്ടാണെന്നും വിമർശനമുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം. ചില പേരൻസ് കുട്ടികളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടിയെ വിദ്യാഭ്യാസത്തിനായി പറഞ്ഞയക്കുമ്പോൾ സൗജന്യമായി കിട്ടുന്നിടത്തേക്ക് പോകാം എന്നുള്ളൊരു ചോയ്സ് എടുക്കും. പലപ്പോഴും പലരും ഒരു തൊഴിൽ മാത്രമായി കണ്ടുകൊണ്ട് ലക്ഷങ്ങൾ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്ന ഒരു തൊഴിൽ തനിക്ക് കിട്ടിക്കഴിയുമ്പോൾ, ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ മാത്രം തൻ്റെ സമയത്തിന് അവർക്ക് വിലയാണ്, അവരുടെ മിനിറ്റുകൾക്ക് വിലയാണ്. കുട്ടികൾ പലയിടത്തു നിന്നാണ് വരുന്നത്. പക്ഷേ എല്ലാ കുട്ടിക്കും വേണ്ടത് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനാണ് വേണ്ടത്. എൻ്റെ കുട്ടികളെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം എനിക്ക് വിട്ടുതരണം, ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മാത്രമേ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പരിമിതിക്കകത്തു നിന്നും കഷ്ടപ്പെട്ട് കുട്ടികളെ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരെ അഭിനന്ദിക്കുന്നതായും എഇഒ പറയുന്നു. ഫീസ് നൽകി പഠിപ്പിക്കേണ്ട സ്ഥാപനങ്ങളിലേക്ക് അവർ സ്ട്രഗിൾ ചെയ്താണ് കുട്ടികളെ അയക്കുന്നത്. ഞാൻ അത്തരം പേരൻസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സർക്കാർ ശമ്പളം നൽകാൻ മാത്രം ലക്ഷങ്ങൾ മുടക്കുന്ന സ്കൂളുകളിൽ പോലും വിദ്യാർത്ഥികളുടെ എണ്ണം നാമമാത്രമായി മാറുന്നുവെന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നുമാണ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറുടെ പക്ഷം. റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.